കയറ്റി അയക്കാൻ ആവശ്യത്തിന് വനാമി ചെമ്മീൻ ലഭിക്കാതെ സംസ്ഥാനത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി സ്ഥാപനങ്ങൾ ഇപ്പോൾ കയറ്റി അയക്കുന്ന ചെമ്മീനിൻ്റെ 90% ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ ചെമ്മീൻ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് കയറ്റുമതി സ്ഥാപനങ്ങൾ പറയുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വനാമി ചെമ്മീനിന് മികച്ച ഡിമാൻഡാണ് ആഗോള വിപണിയിൽ. ചെമ്മീൻ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ വനാമി ചെമ്മീനിൻ്റെ ആവശ്യക്കാരാണ്. കടൽ ചെമ്മീനിൻ്റെ ആവശ്യം കുറഞ്ഞപ്പോഴും ചെമ്മീൻ പാടങ്ങളിൽ നിന്നുള്ള വനാമി ചെമ്മീൻ കയറ്റുമതി മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചിരുന്നു. ഏറെ ആവശ്യക്കാരുള്ള വനാമി ചെമ്മീനിൻ്റെ കയറ്റുമതി 2,56,699 ടണ്ണിൽ നിന്നും 3,29,766 മെട്രിക് ടണ്ണിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉയർന്നു. 28.46% വർധനയാണ് വനാമി ചെമ്മീൻ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ അനുകൂല സാഹചര്യമുണ്ടായിട്ടും വനാമി ചെമ്മീൻ കൃഷിയിൽ കേരളം ഏറെ പുറകിലാണ്. കേരളത്തിൽ നിന്നും ചെമ്മീൻ കയറ്റി അയക്കണമെങ്കിൽ ആന്ധ്രയിൽ നിന്നും ലോഡെത്തേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് നിന്നും കയറ്റി അയക്കുന്ന വനാമി ചെമ്മീനിൻ്റെ 90% ആന്ധ്രയിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. ആന്ധ്ര സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് ചെമ്മീൻ കെട്ടുകൾ ധാരാളമായി തുടങ്ങിയിട്ടുണ്ട്. ഷ്രിംസ് ഇല്ലാതെ നമുക്ക് എക്സ്പോർട്ട് നടക്കത്തില്ല. ദാറ്റ് ഇസ് എ മെയിൻ ഐറ്റം ഓഫ് എക്സ്പോർട്ട് ഫ്രം എനി സ്റ്റേറ്റ്. അപ്പോൾ കേരളത്തുകാരും ഈ വനമി ചെമ്മീൻ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മേജർ ക്യാച്ച് വരുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന്. ആന്ധ്രയിൽ നിന്നാണെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ ക്രോപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഗവൺമെൻറ് ഇഷ്ടംപോലെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ അവർ ഈ ഷ്രിംപ് കൾച്ചറിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേ ഒരു ടെൻഡൻസി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഫേവറബിളായിട്ട് എടുക്കാവുന്ന ഒരു സാഹചര്യം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തുകാർക്ക് കൃഷി മേഖലയിലും നമ്മുടെ എക്സ്പോർട്ട് മേഖലയിലും തൊഴിലവസരവും നമുക്ക് റവന്യൂവും കൂടുതലായിട്ട് ഇവിടുന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ആന്ധ്ര മെറ്റീരിയൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കേരളത്തിൽ വനാമി ചെമ്മീൻ കൃഷിക്ക് അനുകൂല സാഹചര്യമുണ്ടായിട്ടും അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് കയറ്റുമതിക്കാർ പറയുന്നു. വനാമി ചെമ്മീൻ കൃഷിക്കുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വനാമി കൃഷി തുടങ്ങുന്നതിന് ചെന്നൈ ആസ്ഥാനമായുള്ള കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ ലൈസൻസ് വേണം. കളക്ടർ അധ്യക്ഷനായുള്ള ജില്ലാതല എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയോടെയാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ ലഭിച്ചാൽ അതോറിറ്റി അധികൃതർ ഫാമുകൾ പരിശോധിക്കും. ഫാമുകളും മറ്റു മുൻകരുതലുകളും തൃപ്തികരമാണെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നടപടികൾ ഉദാരമാക്കിയാൽ മാത്രമേ കൂടുതൽ വനാമി കൃഷിക്കുള്ള സാധ്യതയുണ്ടാകൂ. വനാമി എക്സ്പോർട്ട് കൊണ്ട് മാത്രം ആന്ധ്രയിലുള്ള ചില കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിന് 10,000 കോടിയുടെ എക്സ്പോർട്ട്സ് അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിനുള്ള കാരണം ആന്ധ്രയിൽ 2009 തൊട്ട് വനാമിയുടെ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. കേരളത്തിന് അതിനുള്ള അനുവാദം കിട്ടിയിട്ടുള്ളത് ഒരു 2 വർഷം മുമ്പെയാണ്. ഇതിവിടെ ചെയ്യാൻ ഒക്കുമെങ്കിൽ തീർച്ചയായും ആന്ധ്രയിൽ ചെയ്ത പോലത്തെ ഉള്ള ഒരു നേട്ടം കേരളത്തിന് നേടാനൊക്കും. തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വൻതോതിൽ വനാമി കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഊഷ്മാവ് വനാമിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്തെ ഓരോ ജലാശയങ്ങളിലും പൊക്കാളിപ്പാടങ്ങളിലും 1 ഹെക്ടറിൽ 5.5 മുതൽ 6 ടൺ വരെ വനാമി ഉൽപ്പാദിപ്പിക്കാമെന്ന് പരീക്ഷണ കൃഷിയിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ കൃഷി ചെയ്തു വരുന്ന കാരച്ചമീൻ 1 ഹെക്ടറിൽ നിന്ന് 1.5 ടണ്ണിൽ താഴെ മാത്രമാണ് ലഭിക്കുക. 1 ഹെക്ടറിൽ വനാമി കൃഷി ചെയ്യുന്നവർക്ക് 14 ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാമെന്ന് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കൃഷിയിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഉപയോഗശൂന്യമായ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യാത്ത പാടങ്ങൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ലൈസൻസിങ് പ്രോഗ്രാം, റെസ്പോൺസിബിൾ ലൈസൻസിങ് പ്രോഗ്രാം നമുക്കത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ കിട്ടിയാൽ മതി. ഒരു പാടം കൺവേർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അതിനകത്ത് വേറെ ഒരു ഫോം ഓഫ് കൃഷിയിൽ നിന്ന് വേറെ ഫോം ഓഫ് കൃഷിയിലേക്ക് നമ്മൾ മാറുന്നു. നെൽകൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഫോം ഓഫ് കൃഷിയിൽ നിന്ന് നമ്മൾ ചെമ്മീൻ കൃഷിയിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരിതും വരുന്നില്ല. ഉപയോഗശൂന്യമായ തണ്ണീർത്തടങ്ങൾ മതി. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും തൊഴിലവസരവും അത്രയും റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോർ ദാൻ 90% ചെമ്മീൻ ഫ്രം ആന്ധ്ര ആൻഡ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. നമുക്കിവിടെ കൃഷിയില്ല.
കൃഷി ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രോബ്ലം. അപ്പം നമുക്ക് ഈ ഫാക്ടറി കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ചെമ്മീൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റും. അമേരിക്ക, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ആവശ്യക്കാർ ഏറെയുള്ള ചെമ്മീനാണ് വനാമി. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ഉൽപാദനം നടത്താനാകുന്നതാണ് വനാമി ചെമ്മീൻ. ചാരകലർന്ന വെളുപ്പ് നിറമുള്ള വനാമിക്ക് ശരാശരി 81% അതിജീവന നിരക്കാണുള്ളത്. മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. ഒരു ചതുരശ്ര മീറ്ററിൽ 150ഓളം കുഞ്ഞുങ്ങൾ വളരുമെന്നതാണ് വനാമിയുടെ മറ്റൊരു പ്രത്യേകത. പെട്ടെന്ന് പ്രജനനം നടത്താനുള്ള ശേഷിയും കുറഞ്ഞ നിരക്കിൽ പോഷണങ്ങളടങ്ങിയ തീറ്റകൾ മതിയെന്നതും വനാമിയെ പ്രിയങ്കരമാക്കുന്നു. വനാമി കൃഷി തുടങ്ങുന്നതിന് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം CAAയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. www.caa.gov.in ആണ് വെബ്സൈറ്റ് വിലാസം. 5 മുതൽ 35 വരെ PPT ലവണാംശമുള്ള ജലത്തിൽ വളരുന്ന വനാമി കൃഷി ചെയ്യാൻ നേരിയ തോതിലെങ്കിലും ഉപ്പിൻ്റെ അംശമുള്ള 50 സെന്റിൽ കുറയാതെയുള്ള കുളങ്ങളാണ് വേണ്ടത്. 2 മീറ്റർ ആഴവും ഉറപ്പുള്ളതുമായിരിക്കണം കുളം. പുറമേ നിന്ന് ഉറവയോ വെള്ളമൊഴുകിയോ ചോർന്നോ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഞണ്ടിനെ തടയാനും പക്ഷികളെ തടയാനുമുള്ള വേലി, മറ്റ് ജൈവസുരക്ഷാ സംവിധാനങ്ങൾ, വെള്ളം അടിക്കാനും ഒഴിവാക്കാനുമുള്ള പമ്പിംഗ് സംവിധാനം, വെള്ളത്തിൽ വായുപ്രവാഹം നിലനിർത്തുന്നതിനുള്ള എയറേറ്റർ, ജനറേറ്റർ സംവിധാനം എന്നിവ അനിവാര്യമാണ്. കൃഷി ചെയ്യുന്ന കുളങ്ങളിലേക്ക് വെള്ളമെടുക്കുന്നതിനുള്ള സംവിധാനവും വേണം. ക്ലോറിനേഷൻ ചെയ്ത് ശുദ്ധീകരിച്ച വെള്ളമാണ് കുളത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ തന്നെ കുളങ്ങളിൽ നിന്നും വെള്ളം നേരിട്ട് പുറത്തേക്ക് ഒഴുക്കാനും പാടില്ല. ഇതിനായി മറ്റൊരു സംഭരണി ഒരുക്കണം. ഈ സംഭരണിയിൽ പൂർണ്ണമായും അണുമുക്തമാക്കിയ ശേഷമേ വെള്ളം പുറത്തേക്ക് ഒഴുക്കാവൂ. ഇത്രയും മുൻകരുതലാണ് വനാമി കൃഷി ആരംഭിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ CAA ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ ഏതെല്ലാമെന്ന് നിർദ്ദേശിക്കുന്നു അക്യുമെൻ ക്യാപിറ്റൽ MD അക്ഷയ് അഗർവാൾ. മാർക്കറ്റ്സ് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. 9,700, 9,500, 9,700 ആ റേഞ്ചിലാണ് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഒരു കോഷ്യസ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ക്ലോസിംഗ് ബേസിസിൽ 9,710 മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ബുള്ളിഷ് ആവാൻ പോകുന്നത്. അതുവരെ ഞങ്ങൾ ഒരു കോഷ്യസ് സ്റ്റാൻഡ് എടുക്കണം. അതിൻ്റെ പ്രധാന കാരണം ഈ GSTൻ്റെ ഇനീഷ്യൽ ആ കൺഫ്യൂഷൻ കാരണം ജൂണിൽ പർച്ചേസസ് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് കമ്പനീൻ്റെ റിസൾട്ട്സിലൊക്കെ വരുമായിരിക്കും. അതുകൂടാതെ സൈഡ് ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ചൈന ആ ഒരു ബോർഡറിൽ ടെൻഷൻ കാണുന്നുണ്ട്, ക്രൂഡിൻ്റെ വില കുറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ഓൾമോസ്റ്റ് ഹൈ എന്ന് ചില റിയാക്ഷൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഓവറോൾ വാല്യുവേഷൻസും ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഇവിടെ ടെമ്പററിലി നമ്മളൊരു കോഷ്യസ് സ്റ്റാൻഡ് എടുത്ത് നിൽക്കാനാണ് നല്ലത്. 9,710 മുകളിൽ പോവുകയാണെങ്കിൽ ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം നോക്കിയ സ്ക്രിപ്സും ആ ഒരു ബേസിസിൽ തന്നെ നോക്കിയത്. ഞങ്ങൾ റിട്ടേൺസിനെക്കാട്ടി കൂടുതൽ സേഫ്റ്റി, ഒരു ഗ്രോത്തിനെക്കാട്ടി കൂടുതൽ ഒരു വാല്യൂ സ്റ്റോക്സ്, അതാണ് ഞങ്ങൾ കൂടുതലും നോക്കിയത്. 2 സ്റ്റോക്സാണ് ഞങ്ങൾ നോക്കിയത്. ഒന്ന് അൾട്രാ മെറൈൻ ആൻഡ് പിഗ്മെൻറ്റ്സ്. ഇതൊരു ബോംബെ ബേസ്ഡ് കമ്പനിയാണ്. ഓൾമോസ്റ്റ് ഒരു 60-70 ഇയർ ഓൾഡ് കമ്പനിയാണ്. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഡൈസും പിഗ്മെൻറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുറയണത് ഈ കമ്പനിക്ക് വേണ്ടി നല്ലതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. 550 crores മാർക്കറ്റ് ക്യാപ്പേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ 195 rupees വിലയാണ്. ആൻഡ് ബുക്ക് വാല്യൂ അബൌട്ട് ഒരു 50 രൂപ. ഇത് ഒരു വാല്യൂ സ്റ്റോക്സ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഗ്രോത്തിനെക്കാട്ടി കൂടുതൽ ഒരു വാല്യൂ ആണ് കാണുന്നത്. സീറോ ഡെറ്റ് കമ്പനിയാണ്. ഒരു അട്രാക്ഷൻസ് നല്ലൊരു ഡിവിഡൻറ്റ് ഈൽഡ് ഉണ്ട്. ഓൾമോസ്റ്റ് 2% സ്ലൈറ്റ്ലി കൂടുതലാണ് അതിൻ്റെ ഡിവിഡൻറ്റ് ഈൽഡ്. വളരെ സേഫ് കമ്പനിയാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയാണ്. രണ്ടാമത്തെ കമ്പനി ഞങ്ങൾ നോക്കിയത് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ GMDC. ഇതൊരു PSU കമ്പനിയാണ്. ഗവൺമെൻറ് ഓൺസ് അബൌട്ട് 74% സ്റ്റേക്ക് ഇൻ ദ കമ്പനി. ഒരു മൈനിങ് കമ്പനിയാണ്. സാൻഡ്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് ഇതെല്ലാം മൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതൊരു 5,000 crores അടുത്താണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഒരു
മിഡ് ക്യാപ് കമ്പനി ആയിട്ട് വരും. അതിൻ്റെ ഇപ്പോഴത്തെ വില റഫ്ലി 150 രൂപയാണ്. ആൻഡ് ഇതും സീറോ ഡെറ്റ് കമ്പനി, ഡിവിഡൻഡ് പേയിങ് കമ്പനി, ഓൾമോസ്റ്റ് 2% ഡിവിഡൻഡ് ഈൽഡ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ 2 കമ്പനീസാണ് ഞങ്ങളൊരു സേഫ്റ്റി വെച്ച് ഒരു റീസണബിൾ നല്ല റിട്ടേൺ. GMDC ഗ്രോത്തും കാണുന്നുണ്ട്, വാല്യൂവും കാണുന്നുണ്ട്, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ 2 ഷെയർസ്, അൾട്രാ പിഗ്മെൻറ്റ്സ് ആൻഡ് GMDC, ഈ 2 ഷെയർസ് ഞങ്ങൾ നോക്കി ആൻഡ് കണ്ടിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. പെട്രോളിയം മന്ത്രാലയത്തിന് സമാനമായി റെയിൽവേയും സബ്സിഡി വേണ്ടെന്ന് വെക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർ ടിക്കറ്റുകൾക്കുള്ള സബ്സിഡി വേണ്ടെന്ന് വെക്കുന്നതാണ് പദ്ധതി. GST വന്നതോടെ രാജ്യത്തെ എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും വാഹനങ്ങളുടെ വില കുത്തനെ കുറച്ചു. ടാറ്റ മോട്ടോഴ്സ് അടക്കം മിക്ക വാഹന നിർമ്മാണ കമ്പനികളും വൻതോതിലുള്ള വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ കൊക്കോ വില താഴുമെന്ന ആശങ്ക ഉയരുന്നു. ഐവറി കോസ്റ്റിൽ നിന്നും വൻതോതിൽ കൊക്കോ വിപണിയിലെത്തുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണിത്. ഈ സാമ്പത്തിക വർഷം 13 ലക്ഷം ടൺ കൊക്കോ ഐവറി കോസ്റ്റിൽ നിന്ന് എത്തുമെന്നാണ് സൂചന. ദേശീയ കാർഷിക വിപണിയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ഈനാം പദ്ധതി വേഗത്തിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ കേരളത്തിൽ നിന്നും 6 മൊത്ത വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. GST പ്രകാരം സ്വർണത്തിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയത് മൂലം സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ. 1 കിലോ കള്ളക്കടത്ത് സ്വർണം രാജ്യത്തെത്തിച്ചാൽ 5 ലക്ഷം രൂപയോളം കിട്ടുമെന്നതിനാൽ അനധികൃത വ്യാപാരവും കള്ളക്കടത്തും ഉയരുമെന്നാണ് ആശങ്ക. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.mathrubhuminews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.